Assalamu Alaikkum friends. ഇനി നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ വീട്ടിൽ തന്നെ പൊറോട്ട ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിൽ രണ്ട് മെത്തേഡ് കാണിക്കുന്നുണ്ട് ഈസി ആയിട്ട് നമുക്ക് പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടി. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. പൊറോട്ടയ്ക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു മുട്ട, 1/4 കപ്പ് പാല്, 1/4 കപ്പ് ഓയിൽ, ആവശ്യത്തിന് ഉപ്പ്, ചെറിയ ചൂടുവെള്ളം. എടുത്തു വച്ചിരിക്കുന്ന മൈദയിലേക്ക് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലും ആഡ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പിട്ട് നമുക്കതൊന്ന് പതിയെ മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് നമുക്കൊരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി അതെല്ലാം കൂടി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഇളം ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ച് കൊടുക്കാം. എല്ലാം കൂടി ഒഴിക്കരുത്, അപ്പം ആ ഒരു ഡവ് നല്ല തിക്കായിട്ട് കിട്ടുന്നവരെ നന്നായി കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ഡോ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ തേച്ചിട്ട് ഒരു ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്തൊരു 3 ഹവറെങ്കിലും നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മൾ ഡോ ഉണ്ടാക്കുമ്പോൾ ഒരു 5 മിനിറ്റെങ്കിലും നന്നായി കുഴക്കണം. നമ്മൾ അതെത്ര കുഴക്കുന്ന അനുസരിച്ചായിരിക്കും ആ ഡോ നല്ല സോഫ്റ്റായി കിട്ടുക. ഇതിപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഡോവിൽ നമുക്ക് ഓരോ ബോൾസ് എടുക്കാം. റൗണ്ട് ഷേപ്പിലെടുത്ത് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലിന് 2 ടേബിൾ സ്പൂൺ ഗീയും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ തേച്ച് കൊടുക്കാം. ഇതിൽ മെയിൻ വേണ്ടത് ഈ ഒരു ഓയിലാണ് വേണ്ടത്. ഇനി നമുക്ക് നന്നായിട്ട് റൗണ്ടിൽ പരത്തിയെടുക്കാം. പരത്തി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ മാവിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ചിരിക്കുന്ന ഓയിൽ നന്നായിട്ട് പരത്തി കൊടുക്കാം. എല്ലായിടത്തും നന്നായിട്ട് തേച്ച് കൊടുക്കാം. ഇനി ഒരു എന്തെങ്കിലും കട്ട് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കത്തി വെച്ചിട്ട് തന്നെ ലൈൻസ് ആക്കി കൊടുക്കുക. നല്ല തിൻ ലൈൻസ് ആയിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക. ഇനി ഈ ഒരു സൈഡിൽ നിന്ന് നമ്മൾ പതിയെ അത് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ഫസ്റ്റ് എൻഡിൽ നിന്ന് പതിയെ അതൊന്ന് പൊക്കുമ്പോൾ നമുക്കിങ്ങോട്ട് ഇട്ട് കിട്ടും. എന്നിട്ടെല്ലാം പതിയെ റൊട്ടേറ്റ് ചെയ്ത് എടുക്കാം. നമ്മളുടെ കയ്യിൽ തന്നെ നമ്മളുടെ വിരലിൽ തന്നെ വച്ച് ഇതുപോലെ ഒന്ന് കറക്കിയെടുത്ത് അടിയിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മളുടെ പൊറോട്ടയുടെ ബോൾ റെഡി ആയിട്ടുണ്ട്. ഇനി വേറൊരു മെത്തേഡും കൂടി നോക്കാം. നമ്മളിതുപോലെ തന്നെ ആ ഡോവ് എടുത്ത് പരത്തി നന്നായി ഓയിലൊക്കെ തേച്ച ശേഷം ഈ ഒരു വലുപ്പത്തിൽ നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഓരോന്നും നമ്മളിതുപോലെ റൗണ്ട് ചെയ്തെടുത്ത് അടുത്ത കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ റൗണ്ട് ചെയ്തെടുക്കാം. ഇപ്പോഴും നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പരത്തിയെടുക്കാം. നന്നായി ഒരുപാട് കട്ടിയില്ലാതെ നന്നായിട്ട് പരത്തിയെടുക്കാം നമുക്കിനി എല്ലാ പൊറോട്ടയും. ഇനി നമുക്കിത് പാനിലേക്ക് ഇട്ട് സിമ്മിലിട്ട് തന്നെ ചുട്ടെടുത്താൽ മതി. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ചിരിക്കുന്ന ആ ഓയിലും കൂടി നന്നായി ഒഴിച്ചു കൊടുക്കുക. 2 സൈഡിലും നന്നായി ഒഴിച്ചു കൊടുക്കണം. ഇനി പതിയെ 2 സൈഡും ചുട്ടെടുക്കാം. ഇപ്പോൾ നമ്മുടെ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഇനി എല്ലാം നമുക്ക് ചുട്ടെടുക്കാം. ഇനി എല്ലാ പൊറോട്ടയും കൂടി എടുത്തു വച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ആ ലെയേഴ്സൊക്കെ ശരിക്കും വിട്ടുപോരും. നന്നായി ശക്തിയിൽ തന്നെ അടിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മളുടെ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലത്തെ തന്നെ നല്ല ടേസ്റ്റി ലെയേർഡ് പൊറോട്ട നമുക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ.